സേഫ് പ്രധാനമായും അറിയേണ്ടത് ഒരു കാര്യമാണ്. അതായത് നേരത്തെ ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ ഒരു അവ്യക്തതയുണ്ട്. 67% പോളിംഗ് ശതമാനം എത്തിയെന്നായിരുന്നു 3 മണിക്ക് വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അത് വെബ്സൈറ്റ് ഡൗൺ ആവുകയും ആപ്പിൽ പിന്നീട് അരമണിക്കൂറിന് ശേഷം പുതിയ അപ്ഡേറ്റ് വരികയും അതിൽ പക്ഷേ 5% കുറവ് രേഖപ്പെടുത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും വിശദീകരണം നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? നഫൽ, കൃത്യം 3 മണിക്ക് ഓരോ 2 മണിക്കൂർ ഇടപെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടുന്നത്. രാവിലെ 9 മണിക്ക് ആദ്യ കണക്ക് പുറത്തുവിടുന്നു, 11 മണിക്ക് വിടുന്നു, 1 മണിക്ക് വിടുന്നു, 3 മണിക്ക് വിടുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. കൃത്യം 3 മണിക്ക് നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ, ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ 67.98 പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആ സൈറ്റ് ഡൗൺ ആവുകയാണ് ചെയ്തത്. ആപ്പ് ഡൗൺ ആകുന്നതുകൊണ്ടാണ് സൈറ്റിൽ നോക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ ആ ഇലക്ഷൻ കമ്മീഷന്റെ ആ സൈറ്റ് ഡൗൺ ആയി. ആ 67.93 എന്നുള്ളത് പിന്നീട് കാണാൻ കഴിഞ്ഞില്ല. 9 മണിയുടെയും 11 മണിയുടെ 1 മണിയുടെ 3 മണിയുടെ അപ്ഡേഷൻ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഒരു 2026 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. പോളിംഗ് വളരെ ഉയർന്ന ശതമാനം പോളിംഗ് തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട്, വലിയ ഒരു പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ വോട്ടർമാരും, പൊതുജനങ്ങൾ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും ചില കണക്കുകൾ നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്. ആ നിരാശപ്പെടുത്തുന്ന കണക്കാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. എന്ന് പറഞ്ഞാൽ കൃത്യം 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാവിലെ പോളിംഗ് തുടങ്ങി ഓരോ 2 മണിക്കൂറും ഇടവിടുമ്പോഴായിരുന്നു പോളിംഗ് ശതമാനങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കൃത്യം 3 മണിക്ക് പോളിംഗ് ശതമാനം 67.93%, 67.93 എന്ന് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആപ്പിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവർ പ്രസിദ്ധപ്പെടുത്തി. എന്നാൽ കൃത്യം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ആ ആപ്പ് നിശ്ചലമാകുന്നു, പ്രവർത്തനരഹിതമാകുന്നു, വെബ്സൈറ്റ് ഹാങ് ആകുന്നു. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് 3:30 മണിക്ക് വീണ്ടും ഈ 2 ആപ്പും വെബ്സൈറ്റും തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ 67.93 എന്ന് രേഖപ്പെടുത്തിയ ആ പോളിംഗ് ശതമാനം 62.71 കുറയുന്നു. കൃത്യം അരമണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വന്ന് നിശ്ചലമായ സൈറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആപ്ലിക്കേഷനും തിരിച്ചെത്തിയപ്പോൾ, അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ 5% മുകളിൽ വോട്ടിൻ്റെ കുറവ് സംഭവിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് ഇതൊരു അട്ടിമറി തന്നെയാണ്, ഇതൊരു തിരിമറി തന്നെയാണ്. ഈ താമര കമ്മീഷൻ്റെ കളികളാണ്. കൃത്യമായിട്ട് UDF അധികാരത്തിലേക്ക് വരുമെന്ന് ഉറപ്പുള്ള ഒരു ഘട്ടത്തിൽ പോളിംഗ് ശതമാനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയതിനെ ഇല്ലായ്മ ചെയ്തു, ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ കുറച്ച് കാണിച്ചു. വളരെ കൃത്യമായിട്ട് പോളിംഗിൽ വലിയ ഒരു തിരിമറി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ വിശദീകരണങ്ങൾ നൽകിയാലും തിരിമറി നടത്തിയിരിക്കുന്നു. ഈ തിരിമറി നടത്തിയിരിക്കുന്നത് LDFനെ സഹായിക്കാൻ വേണ്ടിയാണ്. എത്രയൊക്കെ തിരിമറി നടത്തിയാലും ഈ 2026 ജനം അത് തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയതാ. പിന്നെ ഈ തിരിമറി നടത്തിയതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഈ പറയുന്ന UDFന്റെ ഭൂരിപക്ഷം കുറക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. ഈ പറയുന്ന വോട്ടിംഗ് ശതമാനത്തിൽ കൃത്യമായ കൃത്രിമം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. താമര കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ താമര കമ്മീഷനായി മാറിയതിൻ്റെ കാഴ്ച നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാ. അതിൻ്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഈ പറയുന്ന കണക്കുകളിലെ കള്ളക്കളികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാ. അല്ലേ, നമ്മൾ ഈ ഏറ്റവും ഒടുവിലായിട്ട് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള കള്ളക്കളികൾ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കണക്കുകൾ മാറി മറിയുന്നത് നമ്മൾ കണ്ടതാണ്. അല്ലേ, ആകെയുള്ള വോട്ടർമാരെക്കാളും കൂടുതൽ 2 ലക്ഷം വോട്ടർമാർ ബീഹാറിൽ വോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അല്ലേ, അവിടെയാണ് ആകെ 100% മുകളിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രകാരമുള്ള കണക്ക് പ്രകാരം ബീഹാറിലെ പോളിംഗ് എന്ന് പറയുന്നത്. അല്ലേ, അതേ ബീഹാറിൽ അത്തരത്തിൽ കള്ളക്കളികൾ കളിച്ചു. ഇതായിപ്പോൾ കേരളത്തിലും അതേ കള്ളക്കളികൾ നടത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ജനം ഒന്നടങ്കം ഞെട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
ഇത് UDFന്റെ വിജയത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ്. നമ്മൾ ബീഹാറിൽ കണ്ട ആ 100+% വോട്ടിംഗ് എത്തിയ ആ കണക്ക്, അതേ കണക്ക് അവിടെ 100+ വോട്ടിംഗ് ആയിരുന്നു ഉണ്ടാക്കിയതെങ്കിൽ ഇവിടെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കുറക്കുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത്. ഈ പോളിംഗ് കൂടിയത് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരവും ഒരു ചേഞ്ചും ആഗ്രഹിച്ചുകൊണ്ട് ജനം വോട്ട് ചെയ്തതാണ്. ആ ചേഞ്ചും ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് ചെയ്ത പോൾ ചെയ്ത വോട്ടുകളെ അട്ടിമറിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് RSSന്റെ അജണ്ട പ്രകാരം ഒരു കാര്യം RSSന് ഉറപ്പാ, കേരളത്തിന്റെ അധികാരത്തിലേക്ക് RSSന് നടന്നു കയറാൻ സാധിക്കില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പാ. പിന്നെ അവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് വേണ്ടത് അവരുടെ ഏജന്റായ വ്യക്തി അധികാര കസേരയിൽ വേണമെന്നുള്ളതാ. അതിന് വേണ്ടിയിട്ട് നടത്തിയ കള്ളക്കളികളാണ് ഇത് എന്ന്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ശ്രീ എമ്മിന്റെ കയ്യിൽ നൽകിയിരിക്കുന്ന കൺവേർഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ CPMന്റെ കേഡർമാരെ RSSകാരാക്കി മാറ്റുന്ന ആ കൺവേർഷൻ പ്രോസസ്സ് അത് പൂർത്തീകരിക്കാൻ ഒരു 5 വർഷം കൂടി വേണം. അതിനു വേണ്ടിയിട്ട് പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കളിയാണ് ഇപ്പോൾ ഈ കളിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് UDF അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പ്, ആ ഉറപ്പ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വലിയ അട്ടിമറിയിലേക്ക് പോയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ നിസാരമാക്കി തള്ളിക്കളയുന്നത് ഇത് അട്ടിമറിയാണ്. ഇത് UDFനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. ഇത് ജനങ്ങള് അവരുടെ സമ്മതിദാന അവകാശത്തെ വിനിയോഗിച്ചതിനെ അട്ടിമറിച്ചതാണ്. ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിച്ചതാണ്. ഇത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചതാണ്. രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ പ്രക്രിയയുടെ അട്ടിമറിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 3 മണിക്ക് വന്ന 67.93% എന്നുള്ളത് 15 മിനിറ്റോളം ആപ്പ് നിശ്ചലമാകുന്നു, വെബ്സൈറ്റ് നിശ്ചലമാകുന്നു. അത് കഴിഞ്ഞ് 3:30 മണിയാകുമ്പോൾ 62.71 കുറയുന്നു. കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്കൊന്നും വേണ്ട. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മെയ് 4-ന് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് ഇപ്പം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു വേർഷൻ കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന ചില പോളുകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ പോളുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് UDFും LDFും തമ്മിൽ. അത് അങ്ങനെയാണോ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്? അല്ല. അങ്ങനെ ഒരു വാർത്ത സൃഷ്ടിച്ചത് ഈ അട്ടിമറി ഓൾറെഡി അവിടെ പ്ലാൻ ചെയ്തതായിരുന്നു. ഇനി റിസൾട്ട് വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് ആരും പോകാതെ ഒരു ഇഞ്ചോടിഞ്ച് ഭൂരിപക്ഷത്തിൽ LDF അധികാരത്തിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. ജനം വിധിയെഴുതിയതിനെ അട്ടിമറിച്ചിരിക്കുന്നു താമര കമ്മീഷൻ. ഇനി വരാൻ പോകുന്ന റിസൾട്ട് ഒരിക്കലും ജനവിധിയുടെ റിസൾട്ട് അല്ല, മറിച്ച് ഒരു ജനാധിപത്യ പ്രക്രിയയെ എങ്ങനെ അട്ടിമറിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇനി മെയ് 4-ന് വരാൻ പോകുന്ന റിസൾട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത് വലിയ ഗൗരവതരമായ കാര്യമാണ്. അത്തരത്തിൽ ഈ പറയുന്ന പോളിംഗ് ശതമാനങ്ങളിൽ, പോളിംഗിൽ, കണക്കുകളിൽ വലിയ കൃത്രിമം കാണിച്ചുകൊണ്ട് ഈ പറയുന്ന താമര കമ്മീഷനായി മാറിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്ന ചെറ്റത്തരത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ കണ്ടു അല്ലേ? ഇത് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് ബീഹാറിലാണ്. പിന്നെ അതിന് മുമ്പ് നമ്മൾ ഹരിയാനയിൽ കണ്ടു, ഡൽഹിയിൽ കണ്ടു, UPയിൽ കണ്ടു. ഇപ്പോൾ ഇവിടെ കേരളത്തിലും ആ അട്ടിമറി നടത്തിയിരിക്കുന്നു. കേരളത്തിൽ BJPക്ക് വേണ്ടിയല്ല, BJPക്ക് RSS ഏജന്റിനെ അധികാര കസേരയിൽ തുടരാൻ വേണ്ടിയിട്ട് 5 വർഷം കൂടി ഈ കൺവേർഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ കൺവേർഷൻ പ്രോസസ്സിങ്ങിന് സഹായകരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പറയുന്ന അട്ടിമറി നടത്തിയിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിലും അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നവരാണെങ്കിലും അവരെ നിയന്ത്രിക്കുന്നവരാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു ബോധ്യമുണ്ട്, ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ട് BJPയെ അധികാരത്തിലെത്തിച്ചാൽ അതോടുകൂടി എല്ലാം തകർന്ന് തരിപ്പണമാകുമെന്ന്. പ്രത്യേകിച്ച് കേരളത്തിൽ
കേരളത്തിൽ അത് സംഭവിക്കില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അവിടെ അവർ നോക്കുന്നത് അവരുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന പിണറായി വിജയനെ അധികാര തുടർച്ച ഒരു 5 വർഷം കൂടി കൊടുക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, നരേന്ദ്രമോദിയല്ല, അമിത്ഷായല്ല, ഏതൊക്കെ സംഘ് പരിവാറിന്റെ തലതൊട്ടപ്പന്മാര് കളിച്ചാലും ഇത് കേരളമാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഏതൊക്കെ രീതിയിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും ജനം അതിനെ നേരിടും. ജനത്തെ കൈകാര്യം ചെയ്യാനും ജനത്തെ എതിരിടാനും പോന്ന ഒരു സർക്കാരും ലോകത്തെവിടെയും ഒരു ഗവൺമെന്റും ഒരു ഭരണാധികാരികളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ജനത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പതറിപ്പോയ പല ഘട്ടങ്ങളും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ ജനാധിപത്യ വിപ്ലവത്തിന്റെ തുടക്കമായിരിക്കും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. ഒരു പക്ഷേ അങ്ങനെയും സാധ്യതകളുണ്ട്. എന്താണെങ്കിലും മെയ് 4 വരെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഞാൻ വലിയ ആശങ്കയിലാണ്. ഈ കണക്കുകള് ഈ പുറത്ത് വന്നിരിക്കുന്ന ഈ കണക്കുകളിലെ കൃത്രിമം ഇന്ന് ഈ നിമിഷം വരെ 3 മണിക്ക് ഈ പറയുന്ന കൃത്രിമം വന്നതിന് ശേഷം, ഈ കണക്കുകളിൽ വ്യത്യാസം വരുത്തിയതിന് ശേഷം ഈ നിമിഷം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിശദീകരണവും പുറത്തേക്ക് വന്നില്ല. ഇനി വിശദീകരണം പുറത്തേക്ക് വന്നതിലും ഒരു കാര്യവുമില്ല. മനസ്സിലായില്ലേ? ഇതേപോലെ പല കൃത്രിമവും കാണിച്ചാണ് കഴിഞ്ഞ തവണ ബീഹാറിലും അധികാരത്തിലെത്തിയിരിക്കുന്നത്. ലോകത്ത്, ഈ രാജ്യത്ത് എല്ലാ അധികാരത്തിലും BJP എത്തിയിരിക്കുന്നത്, സംഘ് പരിവാർ എത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ടാണ്. പക്ഷേ കേരളത്തിൽ അവർ അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയല്ല ഈ കൃത്രിമത്വം നടത്തിയിരിക്കുന്നത്. മറിച്ച് പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഏജന്റായിട്ടുള്ള RSS ഏജന്റായിട്ടുള്ള പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൃത്രിമത്വം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. മെയ് 4 റിസൾട്ട് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാകും.